നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോര് കാച്ചിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള തേങ്ങ ഒന്നും അരയ്ക്കാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന മോര് കാച്ചിയത്. അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ലിറ്റർ മോരാണ്. 1/2 ലിറ്റർ മോര്, 1/2 ലിറ്റർ തൈരാണ്. ഇത് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മോരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഒഴിക്കാം. ഇതിപ്പോ തൈരാണ്. തൈര് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു മിക്സർ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1/2 ലിറ്റർ തൈര് നല്ലതുപോലെ മിക്സ് ചെയ്ത്, നിങ്ങൾ എങ്ങനെയാണോ 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ, ഞാനിപ്പോൾ 1/2 ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ തൈര് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ തൈര് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2 ലിറ്റർ വെള്ളം കറക്റ്റ് അതേ അളവിൽ തന്നെ വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഈ തൈരും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ തൈര് നല്ലതുപോലെ വെള്ളം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മറക്കാതെ 1/2 ലിറ്റർ ആണെങ്കിൽ തൈരെങ്കിൽ 1/2 ലിറ്റർ തന്നെ വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൺകലാണ്. നമുക്ക് മോരുകറി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ മൺകല എടുക്കണം, അല്ലെങ്കിൽ സ്റ്റീലിന്റെ പാത്രമായിരിക്കണം. അതല്ലാതെ അലുമിനിയം ഒന്നും നമ്മൾ മോര് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല. അപ്പൊ ഞാനൊരു മൺകല എടുത്തിട്ടുണ്ട്, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മൺകലം ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒരു 2 സെക്കൻഡ് മതി. ഉലുവ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു നീളത്തിൽ അരിഞ്ഞ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ഉണക്കമുളക് നടു കീറിയിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് പൊളിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സവോള, ചെറിയ സവോള മതി, ഒരെണ്ണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിന്റെ ഒരു പച്ചമണം ഒക്കെ, പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യുക. ഇതിന്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ ചെറിയ തീയാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തൈര് എങ്ങനെയാണോ കുറച്ചും കൂടി കട്ടി കുറവ് മതിയെങ്കിൽ അങ്ങനെ, അത്യാവശ്യം ഒരു ചെറിയ കട്ടിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അത്യാവശ്യത്തിന് ചെറിയ കട്ടിയിലാണ് ഞാൻ തൈര് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. മോരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മോര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് മോര് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് ചൂടാക്കാൻ പാടില്ല. ചെറിയ ചൂടിൽ വെച്ചിട്ട്
തിളയ്ക്കാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ സ്റ്റൗ ഒന്ന് ചെറിയ തീയിൽ ഒന്നിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലാണ്, ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം, തിളയ്ക്കാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തൈരിന്റെ പുളിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ചിലപ്പോൾ 1 സ്പൂൺ ചേർത്താൽ മതിയാവും. തൈരിന്റെ പുളി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ 1 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ തൈര് പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് മതിയായിരിക്കും. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് കൂടുതൽ ചേർക്കേണ്ടി വരും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ സാധനം. തൈര് എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതിന്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.